നോമ്പ് നോക്കുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും എനർജി ഫുള്ളും ഡ്രെയിൻ ആകുന്നുണ്ടോ? തലവേദന, ഉറക്കം, കോൺസെൻട്രേഷൻ കുറയൽ. നോമ്പ് കൊണ്ടാണ് എന്ന് വിചാരിച്ച് സഹിക്കുകയാണ് പലരും. പക്ഷേ ശരിയായ രീതിയിൽ നോമ്പ് നോക്കിയാൽ ഈ ക്ഷീണം വളരെ കുറയ്ക്കാൻ കഴിയും. ഇന്ന് ഞാൻ പറയുന്നത് നോമ്പ് സമയത്ത് ഫുൾ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന 7 പ്രാക്ടിക്കൽ ടിപ്പുകളെ പറ്റിയിട്ടാണ്. ഒട്ടും പറഞ്ഞ സമയം കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സുഹൂറാണ് ഗെയിം ചേഞ്ചർ. പലരും ചെയ്യുന്ന വലിയ തെറ്റാണ് സുഹൂറിൽ കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കുന്നത്. വെറും ചായയും ബിസ്ക്കറ്റും അല്ലെങ്കിൽ വെറും അരിഭക്ഷണം മാത്രം കഴിച്ചാൽ ബ്ലഡ് ഷുഗർ വേഗം താഴും. അപ്പോൾ എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റായി കോംപ്ലക്സ് കാർബ് അടങ്ങിയ ഭക്ഷണം കൂടുതലായി ഉൾപ്പെടുത്തുക. അതിൽ ഓട്സ്, ഗോതമ്പ്, ചപ്പാത്തി തുടങ്ങിയവയൊക്കെ ധാരാളമായി കഴിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക. മുട്ട, പഴയർ വർഗ്ഗങ്ങൾ, നിലക്കടല തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റായ കശുവണ്ടി, ബദാം ഇവയൊക്കെ കുറച്ച് അളവിൽ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവ ചേർത്താൽ എനർജി സ്ലോ ആയി റിലീസ് ചെയ്യും. അതിനാൽ ഉച്ചവരെയും അതല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ക്ഷീണമാകാതിരിക്കാൻ നമ്മളെ സഹായിക്കും. വെള്ളം കുടിക്കുന്ന രീതി. ഡീഹൈഡ്രേഷനാണ് പ്രധാന ക്ഷീണത്തിനുള്ള കാരണം. പക്ഷേ ഒരു സമയം 3-4 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോരാ. ഇഫ്താറിനും സുഹൂറിനുമിടയിൽ ഓരോ മണിക്കൂറിലും ഓരോ ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ കുടിക്കുക. മൊത്തത്തിൽ 7 മുതൽ 8 ഗ്ലാസ് വരെ ആയിരിക്കണം നമ്മുടെ വെള്ളം കുടിക്കേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, അധികം കഫൈനുള്ള ചായ, കാപ്പി എന്നിവ ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് കുറയ്ക്കുക. ഇവ ശരീരത്തിൽ നിന്നും വെള്ളം പുറത്തേക്ക് പെട്ടെന്ന് കളയും. അതുപോലെ തന്നെ പെട്ടെന്ന് ക്ഷീണം വരാനുമൊക്കെ കാരണമാകും. ഇഫ്താറിൽ ഓവർ ഈറ്റിംഗ് ഒഴിവാക്കുക. ഇഫ്താർ സമയത്ത് ഒരുപാട് വറുത്തതും മധുരവും കഴിക്കുന്നതാണ് സാധാരണയാണ്. പക്ഷേ ഇതാണ് അടുത്ത ദിവസം ക്ഷീണത്തിന് കാരണമാകുന്നത്. പെട്ടെന്ന് ഇവ ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കും. നമുക്ക് പെട്ടെന്നൊരു എനർജി ലഭിക്കും, പിന്നെ അത് ക്രാഷ് ആകും. അതുകൊണ്ട് ഇത്തരത്തിൽ അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കുക. 1-2 ഈത്തപ്പഴം, വെള്ളം, സൂപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇഫ്താർ സമയത്ത് കഴിക്കാൻ ശ്രമിക്കുക. പിന്നീട് ഒരു ബാലൻസ്ഡ് മീൽ, പ്രോട്ടീനും കാർബും ഒക്കെ അടങ്ങിയ അത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഇവ ഡൈജഷൻ സ്മൂത്താക്കും. ഉറക്കം ഒരു അണ്ടർ റേറ്റഡ് ഫാക്ടറാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കം കുറയുമ്പോൾ ബോഡി സ്ട്രെസ് മോഡിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ക്ഷീണം കൂടുതലാകും. കുറഞ്ഞത് 6 മുതൽ 7 മണിക്കൂർ വരെയെങ്കിലും കൃത്യമായ രീതിയിൽ ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ലൈറ്റ് നൈറ്റ് സ്ക്രോളിംഗ് കുറയ്ക്കുക. കഴിയുമെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ പവർ നാപ്പ് എടുക്കാനായി ശ്രമിക്കുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഹെവി വർക്കൗട്ട് അവോയ്ഡ് ചെയ്യുക. നോമ്പ് സമയത്ത് ഇൻറ്റൻസ് വർക്കൗട്ട് ചെയ്താൽ എനർജി വേഗം തീരും. വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇഫ്താറിന് ശേഷം ലൈറ്റ് വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ വാക്കിംഗ് മതി. ഈ ബോഡി ബിൽഡിംഗ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഫാസ്റ്റിംഗ് സമയത്ത് റിക്കവറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായി ശ്രമിക്കുക. ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ചെയ്യുക. വെള്ളം മാത്രം പോരാ, ചെറുതായി ഉപ്പ് ചേർത്ത് നാരങ്ങാ വെള്ളം അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് വാട്ടർ ഇഫ്താറിന് ശേഷം ഉപയോഗിക്കുക. ഇത് സോഡിയം, പൊട്ടാസ്യം ബാലൻസ് ചെയ്യാൻ സഹായിക്കും. പോസിറ്റീവ് മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്ട്രെസ്, ആങ്കർ എന്നിവ എനർജി ഡ്രെയിൻ ചെയ്യും. കാം മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ശരീരം ബെറ്ററായി അഡാപ്റ്റ് ചെയ്യും. പ്രയർ, ബ്രീത്തിങ് എക്സസൈസ് എന്നിവ ട്രൈ ചെയ്യാം. ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നോമ്പ് സമയത്ത് ക്ഷീണം കുറയ്ക്കാനും ഫുൾ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും. നോമ്പ് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് മാത്രമല്ല, അതൊരു ഡിസിപ്ലിൻ കൂടിയാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങൾ നോമ്പ് സമയത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. മറ്റൊരു നല്ല വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം.